സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നോക്കിക്കഴിഞ്ഞാലും അവിഹിതം എന്നുള്ളതാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒളിച്ചോട്ടം മാത്രമേ ഉള്ളൂ. ഭർത്താവിന് പിന്നീട് വേറെ കല്യാണമൊക്കെ കഴിച്ച് നല്ല സുഖത്തിൽ ജീവിക്കാം. പക്ഷേ ഇപ്പോഴും കാണുന്നൊരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന് വിഷം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവിനെ മറ്റൊരാളെ ഉപയോഗിച്ച് കൊല്ലാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ആയിട്ട് ഭർത്താവിനെ ഇല്ലാതാക്കി കഴിഞ്ഞതിന് ശേഷം കാമുകൻ്റെ കൂടെ ഒളിച്ചോടുന്ന ഒരു പ്രവണത ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പിന്നെ എന്താ പറയുക, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പറ്റുമോ? പിന്നീട് ഇവരുടെ ജീവിതം ജയിലിലും അതുപോലെ തന്നെ വീട്ടുകാരൊന്നും തിരിഞ്ഞു നോക്കാതെ ഇരുമ്പഴിക്കുള്ളിൽ തന്നെയാണ് എന്നുള്ളതാണ്. അതുപോലുള്ളൊരു സംഭവമാണ് ബാംഗ്ലൂർ പോലീസ് സ്റ്റേഷൻ സിറ്റി പോലീസിൻ്റെ പരിധിക്കുള്ളിൽ നടന്നൊരു സംഭവത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. തലകട്ടാപൂർ എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനായിരുന്നു. ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നും കുറച്ച് വിട്ടിട്ടാണ്. അപ്പോൾ അവിടെ നൈസ് റോഡിൽ ഒരാൾ കത്തിക്കുത്തേറ്റ് മരിച്ചു കിടക്കുന്നു എന്നുള്ളൊരു വിവരമാണ് രാവിലെ തന്നെ കിട്ടിയത്. 2023 ജൂൺ 14 രാവിലെ. ഏതായാലും പോലീസ് സംഘം അപ്പോൾ തന്നെ ആ ഒരു സ്ഥലത്തേക്ക് പുറപ്പെടുന്നു. പോകുന്നതിന് മുന്നേ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥരെയൊക്കെ വിവരം അറിയിക്കുന്നു. ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ ഡോഗ് സ്ക്വാഡും എല്ലാവരും പെട്ടെന്ന് വരികയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചിരിക്കുന്നത് അവിടെയുള്ളൊരു ഹോട്ടൽ മുതലാളിയാണ്. അതുകൊണ്ട് തന്നെ ഹോട്ടൽ അസോസിയേഷൻകാരൊക്കെ അങ്ങ് ഇളകി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗുണ്ടാക്രമമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ സിറ്റിയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗുണ്ടാക്രമം എന്ന് പറഞ്ഞാൽ ഹോട്ടലിന് നേരെയൊക്കെ നല്ല രീതിയിൽ അക്രമം നടക്കാറുണ്ട്. ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ വരെ ഗുണ്ടാക്രമം നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഹോട്ടലുകാരൊക്കെ പറഞ്ഞ് എത്രയും പെട്ടെന്ന് പ്രതികളെ പിടിക്കണം, ഞങ്ങൾക്കില്ലെങ്കിൽ ഭീഷണിയാണ്, നാളെ ഇനി ഞങ്ങളായിരിക്കും ഇവരുടെ ഇര എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമാക്കി. അതുകൊണ്ട് തന്നെ പോലീസുകാരും രാഷ്ട്രീയക്കാരൊക്കെ പെട്ടെന്ന് ഇടപെടാൻ വേണ്ടിയിട്ട് നിർദ്ദേശം നൽകി എന്നുള്ളതാണ്. മുതിർന്ന ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി പോലീസിന് പെട്ടെന്ന് പ്രതികളെ പിടിക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഈ മരിച്ച വ്യക്തിയുടെ ഡീറ്റെയിൽസ് അന്വേഷിച്ചപ്പോൾ അവിടെ ബാംഗ്ലൂർ സിറ്റിയിൽ ഹോട്ടൽ ബിസിനസ് ചെയ്യുന്ന 34-കാരനായ അരുൺ കുമാറാണ് കൊല്ലപ്പെട്ടതെന്ന് മനസ്സിലാകുന്നു. അരുൺ കുമാറിൻ്റെ കുടുംബത്തിലേക്ക് പോയിട്ട് ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയാണ്. അങ്ങനെ ചോദ്യം ചെയ്യുമ്പോഴാണ് പോലീസിനൊരു നിർണായകമായൊരു വിവരം കിട്ടുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടൊരു 8-9 മാസമേ ആയിട്ടുള്ളൂ. ഒരു വർഷം കൂടി തികഞ്ഞിട്ടില്ല. 24 വയസ്സായ രജിത എന്ന് പറയുന്ന ഒരു യുവതിയാണ് വധു. അപ്പോൾ രജിതയെ ചോദ്യം ചെയ്തപ്പോൾ രജിത പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു എന്നുള്ള ഒരു മറുപടിയാണ് കിട്ടിയത്. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും അന്വേഷിച്ചപ്പോൾ പോലീസിന് മനസ്സിലായത് ഈ അരുൺ കുമാർ എന്ന് പറയുന്ന വ്യക്തി വൻ സാമ്പത്തിക ബാധ്യതയ്ക്ക് അടിമയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഹോട്ടൽ ബിസിനസ് പൊളിഞ്ഞ് പാളിസായി കിടക്കുകയാണ്. പക്ഷേ ഒരു കുഞ്ഞു പോലും ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരു 3-4 മാസം മുൻപാണ് രജിത പോലും ഈ കാര്യം അറിയുന്നത്. കല്യാണത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ഹോട്ടൽ മുതലാളിയാണ്, ഹോട്ടലിൻ്റെ പിന്നെ ഓണറാണ്, ഭയങ്കര ഭാഗ്യവതി എന്നൊക്കെ പറഞ്ഞു വന്ന രജിത പിന്നീട് ഇദ്ദേഹം പൊളിഞ്ഞ് പാളിഷാകുന്നത് കണ്ടിട്ട് അയ്യോ ഈ കല്യാണം വേണ്ടായിരുന്നു എന്ന് വരെ തോന്നി എന്നുള്ളതാണ്. കാരണം അത്രത്തോളം ഈ പ്രശ്നമായിരുന്നു ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ, പൈസയുടെ ടൈറ്റ് തന്നെ മെയിനായിട്ട്. ഏതായാലും ആ ചോദ്യം ചെയ്യലിലൊന്നും കാര്യമായിട്ടുള്ള വിവരമൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ പോലീസുകാർ ഈ കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ ഭാര്യയെ കൂടാതെ അന്ന് രാത്രി വിളിച്ചിരിക്കുന്നത് ഗണേശൻ എന്ന് പറയുന്ന ഈ അരുൺ കുമാറിൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ടുണ്ട്. ഈ ഗണേശൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ചെറിയ ഫൈനാൻസ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമാത്രവുമല്ല അദ്ദേഹത്തിന് ഈ ഹോട്ടലിലേക്ക് വാട്ടർ സപ്ലൈയും കൂടി ചെയ്യുന്നത് ഇദ്ദേഹമാണ്. അങ്ങനെ വിളിപ്പിച്ച് ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു, സാർ ഞാൻ വാട്ടർ സപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ ഹോട്ടലിലേക്ക്, പക്ഷേ അതിന് കൃത്യമായിട്ട് എനിക്ക് പേയ്മെൻറ്റും തരാറുണ്ട്. പക്ഷേ ഞാൻ അരുൺ കുമാറിന് ഫൈനാൻസ് കൊടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അരുൺ കുമാറിന് ഫൈനാൻസ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് എനിക്കറിയാം. അദ്ദേഹത്തിന് ഓൾറെഡി ഭയങ്കരമായ കടാണ് എന്ന്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ പൈസ കൊടുത്തിട്ട് വെറുതെ എന്തിനാണ് ഒരു പ്രശ്നത്തിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷേ മറ്റു പലരോടും ഇദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ അരുൺ കുമാർ ഫൈനാൻസ് വാങ്ങിച്ചവരെയൊക്കെ ചോദ്യം ചെയ്തപ്പോൾ അവരൊക്കെ പറഞ്ഞു, സാർ ഞങ്ങൾ അവരെ എന്തിനാണ് കൊല്ലുന്നത്? കാരണം ഞങ്ങൾക്ക് കാശ് തരാനുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഇനിയിപ്പോഴും നമ്മുടെ കാശ് ആരാണ് തരിക? ഞങ്ങൾ ആരോടാണ് പോയി ചോദിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ പോലീസിന് മനസ്സിലായി ഇതെന്തോ ഒരു കൊട്ടേഷൻ സംഘത്തിൻ്റെ പണിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് 3-4 ആൾക്കാർ ചേർന്നിട്ട് നടത്തിയൊരു പണിയാണിത്. അങ്ങനെ പറഞ്ഞപ്പോഴേ രജിതയിലായി സംശയം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ അത്ര വലിയൊരു ദുഃഖമൊന്നും കാണാനില്ല. അപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായത് ഒരു വർഷം കൂടി ആയിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട്, അതുകൊണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ ഇവർക്ക് സ്നേഹിക്കാനൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല ഈ കടവും പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും കാരണം. ഏതായാലും രജിതയുടെ
ഫോൺ കോള് പരിശോധിക്കാൻ വേണ്ടിയിട്ട് കമ്മീഷണർ ഓർഡർ ഇടുകയാണ്. അങ്ങനെ സൈബർ സെല്ല് പരിശോധിച്ചപ്പോഴേ ഈ ഗണേഷ് എന്ന് പറയുന്നവൻ രജിതയെ നിരന്തരമായി വിളിച്ചിട്ടുണ്ട്. അതുമാത്രവുമല്ല അന്നത്തെ ആ ദിവസം വൈകുന്നേരം കൂടി വിളിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഈ ഗണേഷ് കുമാറിനെയല്ലേ നമ്മൾ ചോദ്യം ചെയ്ത് പറഞ്ഞു വിട്ടത്? അദ്ദേഹം ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതായത് ഈ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ തന്നെ ഗണേഷ് കുമാറിനെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ഗണേഷ് കുമാർ പറഞ്ഞു, സാറേ എൻ്റെ അത് കൂട്ടുകാരനാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിൽ പോകാറുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ട്. അത് മാത്രവുമല്ല നമ്മൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഈ ഗണേശനാണെങ്കിൽ 26 വയസ്സേ ഉള്ളൂ, ഈ ഇദ്ദേഹത്തിനാണെങ്കിൽ ഈ അരുൺ കുമാറിന് 34 വയസ്സുണ്ട്. അപ്പോൾ പറഞ്ഞു നമ്മൾ പണ്ട് മുതലേ ഭയങ്കരമായ ദോസ്താണ്, ഈ ഹോട്ടൽ ബിസിനസ് തുടങ്ങിയ മുതൽ നമ്മൾ ദോസ്താണ് എന്നൊക്കെ പറഞ്ഞ് ഗണേഷ് കുമാർ ഒരു ഒഴുക്കം മട്ടിലിങ്ങനെ മറുപടി പറഞ്ഞു. പക്ഷേ രജിതയെ കൂടി പോലീസ് ചോദ്യം ചെയ്തു. രജിതയെ കൂടി പോലീസ് ചോദ്യം ചെയ്തപ്പോൾ രജിതയ്ക്ക് അധിക സമയം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. സത്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ്. അതായത് ഭർത്താവിന് ഭയങ്കരമായ സാമ്പത്തിക ടൈറ്റാണ്, ആരും പൈസ കടം കൊടുക്കാത്ത ഒരു സ്ഥിതി വന്നിരിക്കുകയാണ്. ഒരാൾ പോലും കൊടുക്കുന്നില്ല. ഒരുപാട് പേരോട് കടം വാങ്ങിച്ചിട്ടുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ശല്യം ചെയ്യാനും തുടങ്ങി. അപ്പോഴാണ് ഗണേഷ് വീട്ടിൽ വരാറുണ്ട്. അപ്പോൾ ഗണേശനോട് ഒരു ദിവസം ഈ അരുൺ കുമാർ ഇല്ലാത്ത സമയത്ത് ഈ ഗണേശൻ്റെ നമ്പർ എടുത്തിട്ട് വിളിക്കുകയാണ് രജിത വിളിച്ചിട്ട് പറഞ്ഞു, ഗണേഷ് എൻ്റെ ഭർത്താവിനെ ഒന്ന് സഹായിക്കണം, ഹോട്ടൽ ബിസിനസ് നല്ലതായി ആയിക്കഴിഞ്ഞാൽ ആ പൈസ അങ്ങ് തിരിച്ചു തരാം എന്നുള്ള തരത്തിൽ സംസാരിച്ചപ്പോഴേ ഗണേശൻ്റെ മനസ്സിൽ എടുപൊട്ടി. എന്താണെന്ന് വെച്ചാൽ സുന്ദരിയായ 24 വയസ്സുള്ള ഒരു യുവതിയാണ് വിളിക്കുന്നത്. അപ്പോൾ ആ വിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 മാസം കൊണ്ട് ആ വിളി എന്ന് പറഞ്ഞാൽ ഈ അരുൺ കുമാറിൻ്റെ ബെഡ്റൂം വരെ എത്തി എന്നുള്ളതാണ്. അതിനനുസരിച്ച് അരുൺ കുമാറിന് കടങ്ങൾ ഇങ്ങനെ കൂട്ടി കൊടുത്തുകൊണ്ടേയിരുന്നു. ആദ്യം 5 ലക്ഷം കൊടുത്തു, പിന്നീട് ബെഡ്റൂമിലേക്ക് വിളിച്ചപ്പോൾ പിന്നെ അത് 6 ആയി, 7 ആയി, 8 ആയി. അങ്ങനെ രജിതയുടെ ഉറപ്പിന്മേലെയും അതുപോലെ തന്നെ രജിതയുമായി സൊള്ളാനും വേണ്ടിയിട്ട് മാത്രം ഇവൻ 8 ലക്ഷം രൂപയോളം ഈ അരുൺ കുമാറിന് കൊടുത്തു. അരുൺ കുമാറിന് ഒരുപാട് സംശയമായി. കാരണം ഇവനെന്തിനാണ് എനിക്കിങ്ങനെ പൈസ തരുന്നത്? ഞാൻ ഇതിലും കൂടുതൽ സാമ്പത്തിക ടൈറ്റൊക്കെ അനുഭവിക്കുന്ന സമയത്ത് 1 രൂപ പോലും എനിക്ക് തന്ന് സഹായിക്കാറില്ല. കാരണം ഇവൻ്റെ വെള്ളം അടിച്ചാൽ തന്നെ ആ വെള്ളത്തിൻ്റെ പൈസ, അതായത് വാട്ടർ സപ്ലൈ ചെയ്താൽ തന്നെ പെട്ടെന്ന് തന്നെ ഇവൻ്റെ ബില്ല് ക്ലിയർ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുഴപ്പം കൂടുന്ന ഒരുത്തൻ ഇപ്പോഴും പറയുകയാണ്, എൻ്റെ പൈസയൊക്കെ നീ പിന്നെ തന്നാൽ മതി, അതുപോലെ തന്നെ ഞാൻ ചോദിക്കാതെ തന്നെ പൈസ തരുന്നു, എന്ത് പറ്റി ഇവന് എന്നൊക്കെ കരുതിയിട്ട് ഇപ്പം ഭാര്യയോട് വന്ന് പറഞ്ഞു, ഈ ഗണേശൻ എന്താ പറ്റിയെന്നറിയില്ല, ഗണേശൻ ഇങ്ങനെ എനിക്ക് പൈസ തന്നുകൊണ്ടേയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ്. ഏതായാലും ഭാര്യ ഒന്നും സംസാരിച്ചൊന്നുമില്ല. കാരണം ഭാര്യയ്ക്ക് സംഭവം അറിയാലോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരുൺ കുമാർ പോയി കഴിഞ്ഞാൽ ഫുൾ ടൈം ഗണേശൻ ഇവിടെയാണ്, ഗണേശൻ ഈ ബെഡ്റൂമിൽ തന്നെയാണ് വൈകുന്നേരം വരെ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ അരുൺ കുമാറിന് എന്തോ ഒരു സംശയം തോന്നിയിട്ട് ഈ രജിതയുടെ ഫോണ് പരിശോധിച്ചപ്പോഴേ അതിൻ്റെ അകത്ത് ഗണേശൻ വിളിക്കുന്നതും ഗണേശൻ ചാറ്റ് ചെയ്യുന്നതും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ അരുൺ കുമാർ നല്ല രീതിയിൽ രജിതേനെ മർദ്ദിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടാകാം, എനിക്കൊരുപാട് പൈസയുടെ ആവശ്യങ്ങളുണ്ടാകാം, പക്ഷേ ഈ ഭാര്യയെ കൊണ്ട് ഈ പണിയെടുപ്പിച്ചിട്ടുള്ള പൈസ എനിക്ക് വേണ്ട, നീ എന്തിനിത് ചെയ്തു, എനിക്ക് വേണ്ടിയിട്ടാണോ നീ ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരം ചൂടായി. ഒരുപാട് അടിയൊക്കെ കൊടുത്തു. മാത്രവുമല്ല അരുൺ കുമാർ പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹോട്ടൽ ബിസിനസ് പോയാൽ പോട്ടെ, ഹോട്ടൽ ബിസിനസ് ഇല്ലെങ്കിൽ എനിക്കൊന്നുമില്ല, ഇനി ആ ഹോട്ടൽ വിറ്റാൽ തന്നെ എനിക്കൊരു 25 ലക്ഷത്തോളം രൂപ എല്ലാ കടവും കഴിച്ചിട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അരുൺ കുമാർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഇനി ഇത് ആവർത്തിക്കരുത്, ഇതിനി ഞാൻ പ്രശ്നമാക്കാനൊന്നും പോകുന്നില്ല, കാരണം എനിക്ക് നീ തന്നെയാണ് വലുത്, ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല എന്നൊക്കെ കുറച്ച് വാണിംഗ് ഒക്കെ കൊടുത്ത് നേരെ ഗണേശൻ്റെ അടുത്തേക്ക് പോകുന്നു. ഗണേശനോട് പറഞ്ഞു, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, എല്ലാ വിവരവും ഞാൻ അറിഞ്ഞു, രജിത എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇനി ഇത് ആവർത്തിക്കരുത്, ആവർത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ വീട്ടിൽ കയറി വന്ന് നിൻ്റെ ഭാര്യയോട് പറയും എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഗണേശനും കുറച്ചൊരു കുറച്ച് നാണക്കേട് പോലെ ആയിപ്പോയി. അങ്ങനെ ഒരു 3-4 ദിവസം ഗണേശനും രജിതയും തമ്മിൽ ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ രജിതയ്ക്ക് ഈ ഗണേശൻ അങ്ങ് കാണാതിരിക്കാൻ കഴിയുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഭർത്താവിനെ എന്നെ താലോലിക്കാനോ അല്ലെങ്കിൽ ഒന്നിനും നേരമില്ല, ഏത് നിമിഷവും ഏത് സമയവും ടെൻഷൻ എന്നുള്ളതാണ്. രാത്രി എപ്പോഴെങ്കിലും വരും, കിടന്നുറങ്ങും, അപ്പോൾ തന്നെ പോകും. എന്ന് പറഞ്ഞാൽ കടക്കാരെ പേടിച്ചിട്ടുള്ള ജീവിതം, അതൊക്കെ ആയിട്ട് രജിതയ്ക്ക് ശരിക്കും മടുത്തിരുന്നു. പിന്നെയും ഗണേശനെ വിളിക്കാൻ തുടങ്ങി. ഗണേശനോട് പറഞ്ഞു, എനിക്ക് അങ്ങനെ ഇരിക്കാൻ കഴിയില്ല, നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു. ഗണേശൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ജീവിക്കാനൊന്നും കഴിയില്ല, പക്ഷേ ഞാൻ നിന്നെ സംരക്ഷിക്കാം എന്നുള്ള ഒരു വാക്ക് കൊടുത്തു. അതിന് അരുൺ കുമാറിനെ ഒഴിവാക്കണം. അതിനു വേണ്ടിയിട്ട് ഗണേശൻ കണ്ട ഒരു ഉപായം എന്താണെന്ന് വെച്ചാൽ അരുൺ കുമാറിനെ ഫോൺ ചെയ്തു. അരുൺ കുമാറിനോട് പറഞ്ഞു, എനിക്ക് നീ 8 ലക്ഷം രൂപ തരാനുണ്ട്, അതുപോലെ തന്നെ പലർക്കും നീ പൈസ കൊടുക്കാനുണ്ട്, ഒരു കാര്യം ചെയ്യാം, നിൻ്റെ ഹോട്ടൽ
ഹോട്ടൽ നടത്തിപ്പിന് ഇനി എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അതും ചെയ്യാം. അതുമാത്രമല്ല, ഇനി ഹോട്ടൽ മൊത്തമായിട്ട് മറ്റൊരാൾക്ക് കൊടുത്തിട്ട് നിനക്ക് തരാനുള്ള പൈസയും നമുക്ക് തരാനുള്ള പൈസയൊക്കെ കഴിച്ചിട്ട് നിൻ്റെ പൈസയും അങ്ങോട്ട് തന്നു വിടാം. അതിനൊരു പാർട്ടി വന്നിട്ടുണ്ട്, നീ ഇന്ന് വൈകുന്നേരം ഒരു 9 മണി 10 മണിയാകുമ്പോഴേക്ക് റെഡിയായി നിൽക്കണം, ഞാൻ നിന്നെ കൂട്ടാൻ വരാം എന്നൊക്കെ പറഞ്ഞു. അത് വിശ്വസിച്ചു. കാരണം എന്ന് വെച്ചാൽ അരുൺകുമാറിനും ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തലേന്ന് ഒഴിവാക്കിയാൽ മതി. ഈ ഹോട്ടൽ ആർക്കെങ്കിലും കൊടുത്തിട്ട് കടക്കെ വീടിയിട്ട് സുഖമായിട്ട് ഭാര്യയും കൊണ്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ജീവിക്കാമെന്നുള്ള ഇതിലെത്തിയിരുന്നു അരുൺകുമാറും. അദ്ദേഹത്തിനും മനസ്സും എടുത്തുപോയി എന്നുള്ളതാണ്. അന്നത്തെ ദിവസം 2023 ജൂൺ 13 ഈ രാത്രിയാണ് ഇവർ രണ്ടുപേരും ചേർന്നിട്ട് ബൈക്കിൽ നൈസ് റോഡിന് അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ഗണേശനും അതുപോലെ അരുൺകുമാറും കൂടി ബൈക്കിൽ പോയി പാർട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു നാളെ രാവിലെ അവർ വരത്തുള്ളൂ സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അർദ്ധരാത്രിയായിരുന്നു. അങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് നൈസ് റോഡിൽ വെച്ചിട്ട് ഇദ്ദേഹം ഏർപ്പാടാക്കിയ 3-4 ആൾക്കാരുള്ള കൊട്ടേഷൻ സംഘങ്ങൾ, RT നഗറിലുള്ള കൊട്ടേഷൻ സംഘങ്ങളാണ്, അവർ വന്നിട്ട് തുരുതുര ആക്രമിക്കുകയായിരുന്നു അരുൺകുമാറിനെ. അപ്പോൾ തന്നെ അരുൺകുമാർ അവിടെ മരിച്ചു വീണു. അപ്പോൾ അങ്ങനെയാണ് അരുൺകുമാറിൻ്റെ ബോഡിയെടുത്ത് മാറ്റിക്കിടത്തി പെട്ടെന്ന് തന്നെ ഇവർ വണ്ടിയെടുത്ത് സ്ഥലം വിടുകയായിരുന്നു എല്ലാവരും. ഏതായാലും പോലീസുകാർ 2 പേരെയും അറസ്റ്റ് ചെയ്തതിന് ശേഷം കോടതിയിൽ ഹാജരാക്കി. ഇപ്പോഴേ 2 പേരും, അതായത് അഴിയെണ്ണുകയാണ് ശരിക്ക്. ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി വിചാരിച്ച 2 പേരും ഇന്ന് 2 പേരുടെ ജീവിതവും നശിച്ചു, എല്ലാം നശിച്ചു. കുടുംബത്തിനും വേണ്ട, ആർക്കും വേണ്ടാതെ ഇപ്പോൾ അഴിയെണ്ണിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഏതായാലും അവരെ ശിക്ഷിക്കുമോ ശിക്ഷിക്കില്ലേ എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ അവരുടെ ജീവിതം നശിച്ചില്ലേ, അതല്ലേ ഏറ്റവും. ഇനി ഈ സ്ത്രീ ആരെങ്കിലും ഏറ്റെടുക്കുമോ? അതുമാത്രമല്ല, സ്വന്തം ബന്ധുക്കൾക്ക് വരെ വേണ്ട എന്നാണ് പറയുന്നത്. ഈ അവിഹിതം കൊണ്ടുണ്ടായ ഒരു വലിയൊരു കാര്യമാണ് ഈ കേൾക്കുന്നത്. പല അവിഹിതങ്ങളും ഇങ്ങനെ തന്നെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വേണ്ടിയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.